മുളയരി പായസം വെക്കാനുള്ള തീ അപ്പച്ചനോട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അടുപ്പിക്കുന്നില്ല, ക്യാമറ കത്തിപ്പോവും. അപ്പോൾ വിത്ത് കുക്ക് അപ്പച്ചനോടൊപ്പം ഇറ്റ്സ് മീ തോമസ്. കാരണം നമ്മളിത് കുക്ക് ചെയ്യുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. മുളയരി പായസത്തിനുള്ള തേങ്ങാപ്പാൽ പിഴിയാട്ടാ, ഒന്നാം പാൽ. ഇത് വേവിച്ച് വെച്ച മുളയരി കേട്ടോ, വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയുണ്ട് നമ്മൾ മുളയരി പായസമാണ് ആദ്യം വെക്കാൻ പോകുന്നത്. ഇതാട്ടോ ഏറ്റവും വേവിച്ച ഐറ്റം മുളയരി. ഇതിപ്പോൾ കണ്ടിട്ടുണ്ടോ? രണ്ടാം പാലിലേക്ക് ലഭിച്ച രണ്ടാം പാലിലേക്ക് ചേർത്തിട്ടുണ്ട്. ക്യാമറ ഒരുപാട് അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ കത്തിപ്പോയി. കണ്ടില്ലേ? ഇനിയൊന്നല്ല, ഇളക്കി വിടണല്ലേ? വെള്ളം ശർക്കര ഒഴിക്കും. ശർക്കരയൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ടുണ്ട് സാധനം. നല്ല കുറുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ നല്ല കുറുകണം. അപ്പം എങ്ങനെ നല്ല ഒന്നാം പാൽ ഒഴിക്കുള്ളൂ. നല്ലപോലെ കുറുകി കഴിഞ്ഞിട്ട് ഏലക്ക, ജീരകം, ചുക്ക് പൊടിച്ചെല്ലാം കിട്ടണം. ഈ സാധനം നമ്മൾ വയനാട്ടിൽ നിന്ന് കഴിക്കുന്ന സാധനം ഒറിജിനൽ തന്നെയാണോ? അത് ഒറിജിനലാണെന്ന് അറിയത്തില്ല. ഇത് നമ്മൾ പക്ക ഒറിജിനൽ. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. തന്നെ ശേഖരിച്ച സാധനം. നമ്മുടെ ഇവിടെ ഒരു മുള ഉണ്ടായിരുന്നു. 40 വർഷത്തിൽ ഒരിക്കലായി മുള പൂക്കുന്നത്. എവിടെ? ഈ താഴത്തെ മുള പൂത്താ പിന്നെ മുള പിന്നെ കൊള്ളത്തില്ല. ഞാൻ ഇതുവരെ കഴിച്ചില്ല കേട്ടോ. ഞാനിതുവരെ മുളയരി പായസം കഴിച്ചിട്ടില്ല. വയനാട്ടിൽ പല തവണ കണ്ടിട്ടുണ്ട്. ആ സമയത്തൊന്നും ഞങ്ങൾ ഇതുവരെ ഈ സാധനം കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടില്ല. അത് നമുക്ക് റിയൽ ആണെന്ന് അറിയത്തില്ലല്ലോ. ഇത് നമുക്ക് റിയൽ ആയിട്ട് കിട്ടിയത്. നമുക്ക് ആദ്യമായിട്ട് അപ്പച്ചൻ ആദ്യമായിട്ടല്ലേ വെക്കുന്ന? ആദ്യമായിട്ടല്ലേ ഇത് വെക്കുന്ന? അമ്മച്ചി പിന്നെ കഴിച്ചിട്ടുണ്ടോ? അമ്മച്ചി ഒരു പ്രാവശ്യം വെച്ചിട്ട് ഇതിന് മുമ്പ് വീട്ടിൽ കുറച്ച് വെച്ചായിരുന്നു. പുറത്ത് കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ല മുളയരി പായസം. ഞാൻ കഴിച്ചു. വീട്ടില് ചേച്ചി വെച്ച് ഞാൻ കൊണ്ടുവന്നു. അതും ഇതും കഴിച്ചു നോക്കാം, എന്നിട്ട് എങ്ങനെയാണ് നോക്കാം. ഞാൻ വയനാട്ടിൽ പോകുമ്പോൾ പലവട്ടം കണ്ടിട്ടുണ്ട്. പക്ഷേ മുളയരി പായസം നല്ലപോലെ കുറുകി സെറ്റായിക്കൊണ്ടിരിക്കട്ടെ. ഇതിലേക്ക് ഒന്നാം പാല് ചേർക്കണം. ബാക്കി സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. നല്ല തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തിളയ്ക്കുന്നതിനകത്തേക്ക് ഞാൻ ഒന്നാം പാലും കാര്യങ്ങളൊക്കെ ചേർക്കണം ഞാൻ പറഞ്ഞായിരുന്നു. നല്ല ഇതായിട്ടാണ് കേട്ടോ, കുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രഷ് മുളയരി പായസം. ജീരകം ഇടുകയാണ്. ജീരകം, ഏലക്ക, ചുക്ക് നല്ലപോലെ മിക്സായി കൊടുക്കാം. ഇത് ഒന്നാം പാലാട്ടാ. വെട്ടത്തിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒന്നാം പാല് ഇപ്പം ഇതിലേക്ക് ഒഴിക്കും. അതിലേക്ക് ഒഴിച്ച് ഇപ്പം തന്നെ അത് വാങ്ങി വെക്കണം, അല്ലെങ്കിൽ പണി പാടും. ഒന്നാം പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. സെറ്റായി സാധനം. പിന്നെ നമ്മൾ നെയ്യിൽ തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം വറുത്ത്. ഇനി ബാക്കി അണ്ടിപ്പരിപ്പ്, മുന്തിരി സാധനങ്ങളൊക്കെ അത് തന്നെ നെയ്യിൽ വറുത്തിടും. തേങ്ങ വറുത്തോണ്ടിരിക്കുക കേട്ടോ. അതായത് മുളയരി പായസത്തിലേക്ക് ഇടാനുള്ള തേങ്ങ ഇങ്ങനെ വറുത്തോണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഇതിലേക്ക് ഇടും. ബാക്കി എല്ലാ സ്ഥലം സെറ്റാണ്. ഇനി ഇതും കൂടെ ഇട്ടാൽ മതി. അണ്ടിപ്പരിപ്പ്, മുന്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ഇടും. വണ്ടിപ്പരിപ്പും തേങ്ങാക്കൂത്തൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. മുന്തിരി അണ്ടിപ്പരിപ്പില്ല. അണ്ടിപ്പരിപ്പില്ല. അപ്പൊ മുന്തിരിയും തേങ്ങാക്കൂത്തും. അണ്ടിപ്പരിപ്പില്ല. അണ്ടിപ്പരിപ്പുണ്ടോ? ആ ഓക്കെ. അണ്ടിപ്പരിപ്പില്ല കേട്ടോ. അപ്പൊ മുളയരി പായസം, സ്വാദിഷ്ടമായ മുളയരി പായസം റെഡി. നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. പായസത്തിന് വേണ്ടി നമ്മൾ എത്രത്തോളം റിസ്ക് എടുക്കണം അത്രത്തോളം പായസം നന്നാവും. അതാണ് തേങ്ങാപ്പാലിൽ എത്രത്തോളം നമ്മള് ടേസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ കറക്റ്റ് റിവ്യൂ പറയുന്നതായിരിക്കും. കുട്ടാപ്പി നീ പറയില്ലടാ. അപ്പോൾ ഇതിൻ്റെ മുളയരി പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഗെയ്സ്. അത് വെട്ടം ഉള്ളതുകൊണ്ടാണ് അവിടെ തിരിയാത്തത്. അപ്പോൾ മുളയരി പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. എടാ നമ്മൾ പായസം കുടിക്കാൻ പോവാണ്. നമ്മൾ പായസം കുടിച്ചോണ്ടിരിക്കുകയാണ്. കുട്ടാപ്പി പായസം എങ്ങനെ അടിപൊളിയല്ലേ? പായസം കേട്ടോ. അടിപൊളി പായസം.
അപ്പൂച്ചൻ വെച്ചാണ്ട് പറയുന്നല്ല അടിപൊളി പായസം. ഇതുവരെ മുളക് പായസം കഴിച്ചിട്ടില്ല. കുട്ടപ്പ എങ്ങനെ ഇട്ടാ? സൂപ്പറേ, സെറ്റ് പായസം കേട്ടോ. നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്ന് എനിക്കറിയത്തില്ല. സംഭവം അടിപൊളി കേട്ടോ, അടിപൊളി പായസം.